ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ റമദാൻ ഡേ 2 അത്താഴത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പത്തിരിയിൽ പരത്തി വെച്ചാൽ ബാക്കിയായിരുന്നു. പത്തിരിയും കറിയും പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഞാൻ പഴം പുഴുങ്ങിയതാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ നിസ്കാരം മൊത്തം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ വീട്ടിലെ ബാക്കിയുള്ള പരിപാടി, ക്ലീനിങ്, അലക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇന്ന് നല്ല ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയിരിക്കുന്നത്. കാരണം തലേ ദിവസത്തെ ഏകദേശം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ളതൊക്കെ കുക്ക് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് സേമിയ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ കുറച്ചുകൂടി ഉണ്ടാക്കി. പിന്നെ പതിപോലെ റോപ്സ് ഉണ്ടാക്കി. പിന്നെ ഇന്ന് നാരങ്ങ വെള്ളമല്ല, അതിന് പകരം നമ്മൾ സ്ക്വാഷ് വെച്ചിട്ട് ആണ് ചെയ്തത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ കാണിച്ച അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇന്നും സേമിയ തരിക്കഞ്ഞി ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 hour അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് പത്തിരിയും മോളുടെ വകയാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കറി ഇന്നലെ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പിന്നെ നമുക്ക് തൂമിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറി എടുത്ത് വെക്കുമ്പോൾ യൂസ് ചെയ്തതിന് ബാക്കി എടുത്ത് വെക്കാതെ തന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ഫ്രഷ്നെസ് ഉണ്ടാവും. അങ്ങനെ കറി നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് വെച്ചു. എല്ലാം സെറ്റായി. പത്തിരി, കറി, പിന്നെ സമൂസയും കട്ട്ലേറ്റും നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും സ്നാക്സിന് വേണ്ടിയിട്ട് അതുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടികളായിരുന്നു. അങ്ങനെ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നോമ്പുതുറൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഖുർആനോദലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2026 പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ക്രോഷ്യ ചെയ്യൽ പഠിക്കുക. മീൻസ് മുന്നെപ്പോഴും എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള ഓൺലൈനിൽ വാങ്ങിച്ചത് മീഷോ എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറച്ചധികമായി അത് വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ റോസ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ അതുപോലെ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കളർ സെറ്റിൽ ഒരു ഭയങ്കര ഡാർക്ക് റെഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ 6 സെറ്റാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു പീച്ച് കളറ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ ഒരു ഡാർക്ക് മെറൂൺ അല്ല, പക്ഷെ ഒരു ചില്ലി റെഡൊക്കെ പോലത്തെ റെഡാണ്. പക്ഷെ നൂല് വിചാരിച്ച അത്ര ഒരു ക്വാളിറ്റി ഇല്ല. ഒരു ഭയങ്കര നൈസ് ഇതാണ് വരുന്നത്. പിന്നെ അത്രയും റേറ്റേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 200 ബിലോ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ
ഈ ഒരു റെഡും ഗ്രീനും വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നൂലിന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഭയങ്കര തിന്നായിട്ടുള്ളൊരു നൂലാണത്. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ചെയ്ത് നോക്കാൻ, ചിലപ്പോൾ നൂലിനെ പറ്റി എനിക്കത്ര വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. ആ ഒരു നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഓരോ നോട്ടും ചെയ്ത് വരാൻ കറക്റ്റായിട്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. പൊട്ടിപ്പോവുക, കുടുങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഏകദേശം ഒരു 10 സ്റ്റിച്ചോളം ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് അത് ഞാൻ ഉദ്ദേശിച്ച ഒരു പെർഫെക്ഷൻ അല്ലെങ്കിലും ചെയ്ത് കഴിഞ്ഞാലൊരു നീറ്റ്നെസ്സൊക്കെ ഉണ്ടാവില്ലേ, അത് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ വെച്ചു. ഇനി നല്ലൊരു യാണൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും 2026 കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ക്രോഷ്യയിൽ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേത് അത്രയൊക്കെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ബൈ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം.